പതിവ് പോലെ നമുക്ക് ഇന്നും ഒരു അതിഥിയുണ്ട്. യൂട്യൂബിലൂടെ രാജഹംസമേ എന്ന ഗാനം പാടി പീപ്പിളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ കുടിയേറിയ ചന്ദ്രലേഖ എന്ന ഗായികയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കൺകളാലൊരു കവിത എഴുതാൻ നിന്നുവോ കിളിവാതിലിൽ, വെണ്ണിലാനറു ചിരിയുമായി നീ അകലെ. ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഈ ശബ്ദത്തെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിടുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു കാലത്തെ? വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു അവസരം ദൈവം തരികയും ദൈവത്തിന് ആദ്യം മുൻതൂക്കം കൊടുക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നിരിക്കുക ഇങ്ങനെയൊക്കെ ആയിത്തീർണമെന്ന്. അന്ന് വീട്ടിൽ വന്ന് ഈ ഒരു വിഷ്വൽ എടുക്കുകയും അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു അത് ചെയ്തത്. അപ്പോൾ ചിത്ര ചേച്ചി ലതിക മാഡം, മോഹൻ സിത്താര സാറ്, അങ്ങനെ കുറേ നമ്മൾ രതീഷ് വേഗ സാറ്, അങ്ങനെ കുറേ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ആളുകളുമായിട്ട് ലൈവ് ഷോയിൽ സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. മഹാഭാഗ്യമായിട്ട് ഞാൻ കണ്ടു. അന്നാണ് ഞാൻ ചിത്ര ചേച്ചിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ, മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ. ചിത്ര ചേച്ചിക്കൊപ്പം ഒരു അവസരം ചേച്ചിക്കും തരും എന്നും പറഞ്ഞ് ഇങ്ങനെ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അങ്ങനെ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ, ചെന്നൈയിൽ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ചേച്ചിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാട്ട് പാടാനുള്ള ആ ഒരു മഹാഭാഗ്യം. ആദ്യ സോങ്? അതെ അതെ, അല്ലല്ല, അത് രണ്ടാമത്തെ സോങ്ങാണ്. ആദ്യ സോങ് ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പാടിയിരിക്കുന്നത്. അതാണ് ആദ്യത്തെ എൻ്റെ പാട്ടെന്ന് പറയുന്നത്. കൺകളാലൊരു കവിത എഴുതാൻ നിന്നുവോ കിളിവാതിലിൽ, വെണ്ണിലാനറു ചിരിയുമായി നീ അകലെ. കൺകളാലൊരു കവിത എഴുതാൻ നിന്നുവോ കിളിവാതിലിൽ, വെണ്ണിലാനറു ചിരിയുമായി നീ അകലെ. ഇവിടെ ചന്ദ്രലേഖയുണ്ട്. ഇപ്പോൾ താങ്കളാണ് ആദ്യത്തെ ഗാനം അവരെ കൊണ്ട് പാടിപ്പിച്ചത്. ആ ഒരു നന്ദി അവരോട് പ്രകടിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് ചന്ദ്രലേഖ എന്ന ഗായികയെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ? വളരെ ക്യാരക്ടർ വെച്ചായിട്ട് പറയുകയാണെങ്കിൽ വളരെ താഴ്മയും വളരെ സൗമ്യതയും ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ശബ്ദത്തിലും വളരെ എളിമത്വമുള്ള ഒരു നല്ലൊരു ക്യൂട്ട് വോയിസിന് ഉടമയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾ, ഞാൻ സൂചിപ്പിച്ചായിരുന്നു, സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, ഇവരെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും അതിലപ്പുറമായി നാട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരുപാട് കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ബേസ് എന്ന് പറയുന്നത്. കോളേജ് തലത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. കോളേജിലെ എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നെ ശരിക്കും നല്ലൊരു പ്രോത്സാഹനം തന്നത്. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒരു ഗാനം പാടി. പറഞ്ഞ പോലെ തന്നെ വൈരമുത്തു സാറിൻ്റെ. അപ്പോൾ ആ ഗാനം അതിൽ രാഘവൻ എന്ന് പറയുന്ന സാറാണ് തമിഴിൽ. അദ്ദേഹമാണ് അതിന് മ്യൂസിക് സിനിമ അവൾക്ക് എന്നെ അഴുകിയ മുഖം എന്നാണ് ഫിലിമിൻ്റെ പേര്. അതാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ദേവിഷോണാണ് അതിൻ്റെ മ്യൂസിക്, വൈരമുത്തു സാറിൻ്റെ ലിറിക്സ്. എന്നടാ കണ്ണായേരിന്ത കണ്ണീർ ഞാനുന്തൻ തായല്ലവാ, ആകായമഴുതാൽ സൂര്യൻ നനയും ഉൻ കൺകളഴുതാൽ എൻ കൺകൾ നനയും. ഒരു പ്രാർത്ഥന പോലെ അന്ന് പാടിയ പാട്ട് ഇപ്പോൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മനസ്സിലുണ്ട്, തോന്നുന്നുണ്ട്. കാരണം ദൈവം അറിഞ്ഞ് അങ്ങനെ ഒരു നിമിഷം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ,
നീലക്കുരുവികളേ